This video is powered by MyG Future. Experience the next. Hello guys, welcome to Pearle Technick. അങ്ങനെ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം നമ്മുടെ ഈ ചാനൽ തിരിച്ചു വന്നിരിക്കുകയാണ്. കുംഭകർണനൊപ്പം ഉറങ്ങിക്കിടന്നിരുന്ന ഈ ചാനൽ നമ്മൾ ഇന്ന് തൊട്ട് ഉണർത്തിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇന്ന് ഈ എപ്പിസോഡ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് ഗൈസ്, ബിക്കോസ് ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമല്ലേ തുടങ്ങുന്നത്. അപ്പൊ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, ഒരു ടെൻഷൻ ഉണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ ഇന്ന് കിട്ടിയിരിക്കുന്നത് സാംസങ് ഗാലക്സി S25 Ultra. സോ വൺസ് അഗൈൻ വെൽക്കം ഗൈസ്. എല്ലാവർക്കും ചെറുപ്പത്തിലാണെങ്കിലും എപ്പോഴാണെങ്കിലും ഏതൊരു പ്രായക്കാരോട് ചോദിച്ചാൽ അവരുടെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണ് ഒരു സാധനം ഇങ്ങനെ പൊട്ടിച്ച് നോക്കുക എന്ന് പറയുന്നത്. അപ്പം നമുക്കിങ്ങനെ പൊട്ടിച്ച് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് അൺബോക്സിങ് ദിസ്. വാവ്, മനോഹരം. ഇവിടെ വെറും ഒരു കവറാണ് തന്നിരിക്കുന്നത്. പക്ഷേ ഇത് തുറന്നു നോക്കുമ്പോൾ ഇതിൽ എന്താണുള്ളത്? ഒന്നുമില്ല. അപ്പം നമ്മൾ പിന്നെ തുറന്നു നോക്കും. അപ്പം എന്തൊക്കെയോ വന്നു. ഒരു പിന്ന് തന്നിട്ടുണ്ട്. സത്യം പറയാൻ ഇപ്പം വീട് മുഴുവൻ പിന്നാണ് ഇന്നത്തെ ഫോണൊക്കെ വന്നത്. ഇപ്പം പല്ലിൽ കുത്താനായിരിക്കും, എനിക്കറിയാം എന്തിനാന്ന്. പിന്നെ നമ്മുടെ ഒരു പേപ്പർ തന്നിട്ടുണ്ട്, അടിപൊളി പേപ്പർ കേട്ടോ. ന്യൂസ് പേപ്പർ പോലും വായിക്കാത്ത എനിക്ക് എന്തിനാണ് ആ പേപ്പർ. ചാർജർ തന്നിട്ടുണ്ട്. ഇത് എന്തിൻ്റെ ചാർജർ? ഓ, ഫോണിൻ്റെ ചാർജർ. എടാ ഇവർ ചാർജറൊക്കെ തരുന്നുണ്ട് ഇപ്പോൾ. ബ്രിക്കില്ല. ബ്രിക്കില്ല. ഓ എടാ സത്യം, ആ ബ്രിക്കില്ല. അതെന്ത് തരാൻ വിട്ടുപോയതാ? അല്ല, അവർ തരില്ല. ബിക്കോസ് ദേ ആർ ടു കൂൾ. ഇനി നമുക്ക് അടുത്ത സാധനം എടുത്ത് നോക്കാം ഗൈസ്. ഈ ഫോൺ പിടിച്ചു നോക്കുമ്പോൾ തന്നെ എനിക്ക് ഒരു കാര്യം ഫീൽ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് മച്ച് ലൈറ്റർ. എനിക്ക് തോന്നുന്നു ഇതിനെ ജിമ്മിലൊക്കെ വിട്ടിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ബിക്കോസ് S24 ഇത് കുറച്ച് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ തുറന്നു നോക്കാം. ആ ഒച്ച കേട്ടില്ലേ? നല്ല ഒരു പളപളാന്ന് തിളങ്ങുന്ന ഒരു ഫോണാണ് ഗൈസ്. ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് ഫോൺ. സോ ബ്യൂട്ടിഫുൾ അല്ലേ? ടൈറ്റേനിയം സിൽവർ ബ്ലൂ ആണ് നമ്മുടെ ഈ ഫോണിൻ്റെ കളറ്. ഇറ്റ്സ് ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. കുറേ ക്യാമറടാ. 1 2 3 4 5. അതിൻ്റെ ഇടയിൽ ഫ്ലാഷാ അല്ലേ? എത്ര ഓട്ടകളാടാ ഇത്, എത്ര ക്യാമറാസ്. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കിയാലോ. പിന്നെ ഇവിടെ നമ്മുടെ വോളിയം ബട്ടൺ ഉണ്ട്, പിന്നെ നമ്മുടെ ലോക്ക് ബട്ടൺ ഉണ്ട്, പിന്നെ ഇവിടെ 2 ഓട്ടയുണ്ട്. ഇവിടെ കുറേ ഇതെന്തൊക്കെയാടാ ഇത്? ഇത് സിം കാർഡ് ഇടേണ്ട സാധനം. ഇത് പല്ല് കുത്തുന്ന സാധനം അല്ലാട്ടെ, ഇത് സിം കാർഡിൻ്റെ സാധനമാണ്. ഞാൻ ചുമ്മാ പറയുന്നത്. അപ്പോൾ ഇത് അമത്തുമ്പോൾ ഇങ്ങനെ ഊരി വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അമത്തുമ്പോൾ. അതിൻ്റെ അപ്പുറത്ത് വേറൊരു ഓട്ട. ഈ ഓട്ട എന്തായിരുന്നു? എടാ ഈ ഓട്ട, കുഞ്ഞോട്ട. അതാണ് മൈക്ക്. അവിടെ നമ്മൾ സംസാരിക്കുന്ന ആ വഴി കൂടെ കേട്ടിട്ടാണ് ഈ വഴി കൂടെ നമ്മൾ കേൾക്കുമോ? ഈ ഓട്ട എന്തായിരുന്നു അപ്പം? ഓ, എത്ര മൈക്കാടാ ഇത്. എനിക്കിഷ്ടപ്പെട്ടു. ഇവിടെ ഒരു ഓട്ട, ഇത് കുത്താൻ, ചാർജ് ചെയ്യാൻ. ഈ ചാനൽ നമ്മൾ തുടങ്ങിയിരിക്കുന്ന ടെക് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് തോന്നും പേളിക്ക് ടെക് അറിയില്ല. വെരി സോറി, എനിക്ക് നന്നായിട്ട് അറിയാം. ഈ ഫോൺ ഉണ്ടാക്കുമ്പോൾ അവരുടെ ഗ്രൂപ്പിൽ ഞാനുണ്ടായിരുന്നു, ആ മീറ്റിങ്ങിനൊക്കെ. ഇതെന്താടാ ഇത്? പെന്നാ? ഇതിൽ പെണ്ണുണ്ടടാ. എടോ പെണ്ണുണ്ടടാ. അയ്യോ, അത് ഫസ്റ്റ് പറയണ്ടായിരുന്നോ? ഓക്കെ ഗൈസ്, ഇതിലൊരു പെൻ വരുന്നുണ്ട്. നിലു ബേബിക്കൊക്കെ ഇത് കിട്ടുകയാണല്ലോ. പിന്നെ ഈ ഫോൺ എൻ്റെ കയ്യിൽ തിരിച്ച് കിട്ടത്തില്ല. അവളിങ്ങനെ വരച്ച് കളിക്കും. നമുക്കിനി ഓൺ ചെയ്ത് നോക്കാം ഗൈസ്. പെൻ ഞാൻ പുറത്ത് വയ്ക്കുകയാണ്. അടിപൊളി പെൻ. ആ പെന്ന് നല്ലൊരു ബ്ലൂ ടൈറ്റേനിയം ഒരു കളറിലൊക്കെയാണ്, ഒരു ബ്ലൂ കളറിലൊരു പെന്നാണ്. എടാ പെന്നിലും ബട്ടൺ ഉണ്ടല്ലോ, അതെന്തിനാ? നമുക്ക് ക്ലിക്ക് ചെയ്യാനും ചൂസ് ചെയ്യാനൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൺ ചെയ്യാം. വാട്ട് എ ബ്യൂട്ടി. വെൽക്കം. അങ്ങനെ നമ്മുടെ ഫോൺ ഓൺ ആയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ഒരു കാര്യം ചെയ്യാനുണ്ട്. നമ്മുടെ നേരത്തെ S23 Ultra ആയിട്ട് നമുക്കൊന്ന് വെറുതെ കമ്പയർ ചെയ്ത് നോക്കാം. ബിക്കോസ് ഇവർ പറയുന്നുണ്ട് ഇത് ആൻറ്റി റിഫ്ലക്ഷൻ ഉണ്ടെന്ന്. നോക്കൂ, ഇപ്പുറത്തെ സൈഡിൽ ക്യാൻ യു സീ അനദർ വ്യത്യാസം അവർ തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എഡ്ജസ് നമ്മളിപ്പോൾ നേരത്തെ ഇങ്ങനെ പിടിക്കുന്ന സമയത്തൊക്കെ നമുക്ക് കുറച്ച് അൺകംഫർട്ടബിൾ ആണ്. ആൻഡ് ഇറ്റ്സ് ഹെവി ഓൾസോ. ഇവിടെ ഒരു ഷാർപ്പായിട്ടാണ് ഇവിടെ 4 സൈഡും. പക്ഷേ ഇവിടെ കുറച്ച് സ്മൂത്ത് ഫിനിഷും പ്ലസ് അത് പിടിക്കുമ്പോൾ ഒരു വെയിറ്റും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഈസി ടു ഹാൻഡിൽ ആയിട്ട് അവർ ഇത് ചെയ്തിട്ടുണ്ട് ഈ ഫോൺ. മാത്രമല്ല ഐ ഹാവ് ടു സേ ദിസ്, ടെക് ആയിട്ടോട്ടെ, ഈ ഫോൺ ആയിക്കോട്ടെ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, പിന്നെ ഹോം അപ്ലയൻസസ്, ഇലക്ട്രോണിക് എന്ത് സാധനം വരുവാണെങ്കിലും നിങ്ങൾക്ക് മൈജിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് അവിടെ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും. ആ ഫുൾ ഫാമിലിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. ബിക്കോസ് ദാറ്റ് ഇസ് മൈജി. ആൻഡ് എ ബിഗ് ഷൗട്ട് ഔട്ട് ടു മൈജി ബിക്കോസ് ദേ ഹാവ് സ്പോൺസേർഡ് ദിസ് എപ്പിസോഡ്. പിന്നെ ഇതിൻ്റെ തിക്നെസ് നന്നായിട്ട് ഇവർ കുറച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഗൊറില്ല ഗ്ലാസ്, ഭയങ്കര ടഫായിട്ടുള്ള ഗൊറില്ല ഗ്ലാസ് ആമർ 2 ആണ് ഇതിൽ യൂസ് ചെയ്ത്. മൈ ഗോഡ്, ഇത് നോക്ക്. ഈ ഗ്ലാസിൻ്റെ ഡ്യൂറബിലിറ്റി ഭയങ്കര കൂടുതലാണ്. ഇതുപോലത്തെ പിള്ളേരൊക്കെ ഉള്ളവർക്ക് അതിൻ്റെ സ്ക്രാച്ച് ഒന്നും ആവില്ല. ഇതിൽ നിലു സ്ക്രാച്ച് ചെയ്ത് നോക്ക്. ഇതെന്താണ്? ഇത് നീ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുകയാണോ? ഇതെന്ത് കൊടിയത്? ഇതെന്ത് കളറായത്? പേർപ്പിൾ. കറക്റ്റ്. ഇത് എന്തിലാ കുത്തി വെച്ചിരിക്കുന്നത്?
സ്പോഞ്ച് ഇതൊക്കെ പഠിച്ചവള്. സ്പോഞ്ച് ഇത് എന്തിലാണ്? അടപ്പാണ് ഇത്. ഓട്ട ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. മാത്രമല്ല ഈ ഫോണിന്റെ വേറൊരു എനിക്ക് തോന്നുന്ന വേറൊരു കാര്യം, ഇറ്റ് ലുക്സ് വെരി സ്റ്റൈലിഷ്. ഈ ഫോൺ എങ്ങനെ ഉണ്ടെന്നില്ലു? ആ എക്സ്പ്രഷനും ആ പറഞ്ഞ കാര്യം ഒരു മാച്ചില്ല. നല്ലതോ അങ്ങനെയാണോ പറയുക? കറക്റ്റ് ആയിട്ട് പറയാം. ഇനി ഇവളുടെ എക്സ്പ്രഷൻ മാറുന്ന ഞാൻ കാണിച്ചു തരട്ടെ. കണ്ട, ഞാൻ പറഞ്ഞില്ലേ പിള്ളേർക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും. എന്ന് വെച്ചാൽ ഇത് അവർക്ക് കൊടുത്തിട്ട് നമുക്ക് ഫോണിൽ യൂസ് ചെയ്യാമല്ലോ. എന്തായാലും ഓക്കെ, കയ്യിൽ വെച്ചാൽ വരില്ല. ഇത് അങ്ങനത്തെ പെന്നല്ല. പിന്നെ ഇതിൽ വരുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് 1UI7 ആണ്. അതുകൊണ്ട് തന്നെ ഇത് ക്ലീൻ ആണ്, ബ്ലോട്ട്വെയർ കുറവാണ്. കൺട്രോൾ സെന്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഐഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് വരും, റൈറ്റ് സൈഡിൽ നിന്ന് ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കൺട്രോൾ സെന്റർ മുഴുവൻ കാണാം. പിന്നെ സാംസങ് നമുക്ക് 7 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പ്രോമിസ് ചെയ്യുന്നുണ്ട്. സോ ഇഫ് യു ആർ ബൈയിങ് ദിസ് ഫോർ ദി നെക്സ്റ്റ് 7 years നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ആക്ച്വലി യൂസ് ഇറ്റ് ഫോർ 7 years. ഇപ്പം നിങ്ങൾ എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും ഇതിന്റെ ബാറ്ററി ലൈഫിന്റെ കാര്യം. ബാറ്ററി എന്താണ് എന്നുള്ളത് 5000 mAh ആണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. ഇവർ തിന്നറാക്കിയെങ്കിലും 5000 mAh തന്നെ നേരത്തെ പോലെ ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് എ ഗ്രേറ്റ് തിങ്. ഇതിൽ വരുന്നത് 12 GB റാം ആണ്. ഇതിന്റെ പ്രോസസറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ 8 Elite for Galaxy. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത്രയും തിൻ ഫോൺ അല്ലേ പോലെ, അപ്പം ഇത് ചൂടാകുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വരില്ല. ബിക്കോസ് ഇതിൽ 40% ലാർജർ ആയിട്ടുള്ള വേപ്പർ ചേംബർ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ ഗെയിം ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഗെയിമേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ തല പുകഞ്ഞ് നിങ്ങൾ ഗെയിം കളിച്ചാൽ നിങ്ങളുടെ ഫോൺ പുകയാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നെ ഇതിലൊരു അടിപൊളി ഫീച്ചർ വന്നിട്ടുണ്ട്, വിച്ച് ഇസ് ദ പ്രോ സ്കെയിലർ എന്ന് പറയുന്ന ഒരു AI അപ്സ്കെയിലിംഗ് ഒരു ഫീച്ചറാണ്. അതായത് ഇപ്പം നിങ്ങളുടെ ഫോണിൽ ഒരു വീഡിയോ ഉണ്ടെന്ന് വിചാരിക്കുക, അതിൻ്റെ ആക്ച്വൽ വീഡിയോ ക്വാളിറ്റിയിലും കൂടുതൽ ക്വാളിറ്റിയിൽ നിങ്ങൾക്കത് കാണിക്കും. ഇനി ക്യാമറയുടെ കാര്യം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ റിങ്സ് ഒക്കെ നോക്കിയാൽ ഭയങ്കര തിക്കായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെയും ഇത് ഭയങ്കര തിക്കായിട്ടുണ്ട്, കുറച്ചും കൂടി പ്രൊജക്ഷൻ നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വേറൊരു ഭയങ്കര ഒരു അഡിഷൻ അവർ ക്യാമറയിൽ കൊടുത്തിരിക്കുന്നത് അൾട്രാ വൈഡിൽ 12 50 മെഗാപിക്സലിലേക്ക് അവർ വലിയ ലീപ്പ് വന്നിട്ടുണ്ട്. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇനി മാക്രോ ഷോട്ട്സും അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും. ഇതിൽ പ്രോ വിഷ്വൽ എഞ്ചിൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോസ് എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇടയിൽ വരുന്ന ലാഗ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അനദർ ബ്യൂട്ടിഫുൾ ഫീച്ചർ ഐ ഫീൽ ഇസ്, ഇപ്പോൾ നമ്മൾ വീഡിയോസ് എടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ 10-bit HDR നമുക്ക് ലോങ് വീഡിയോസ് എടുക്കാൻ പറ്റും. മാത്രമല്ല ഇഫ് യു ആർ പ്ലാനിങ് ടു ഷൂട്ട് സംതിങ് ഇൻ ലോഗിൽ ഷൂട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് കളർ ഗ്രേഡ് ഒക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇതിൽ കൂടുതലാണ്. സോ കളേഴ്സ് ഒക്കെ വളരെ ബ്രൈറ്റ് ആയിരിക്കും. ഇറ്റ് വിൽ ബി മോർ റിയലിസ്റ്റിക് വെൻ യു ആർ ടേക്കിംഗ് വീഡിയോസ്. ഞാനിപ്പോൾ ആപ്പിൾ ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇംപ്രസ് ചെയ്ത ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഔട്ട്ഡോർ ആണെങ്കിൽ നമ്മുടെ നോയ്സ് ക്യാൻസലേഷൻ ആ ഒരു ഫീച്ചറായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു ഫീച്ചർ. ആൻഡ് ആ ഫീച്ചറും അവർ ഇതിലിപ്പോൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. സോ ഐ തിങ്ക് ടേക്കിംഗ് ദ ബെസ്റ്റ് ഓഫ് എവറിത്തിങ് എന്ന് പറയുന്ന പോലെ ദേ ഹാവ് ഇൻകോർപ്പറേറ്റഡ് ദാറ്റ് നോയ്സ് ക്യാൻസൽ. ഇഫ് യു ഷൂട്ടിംഗ് സംതിങ് പുറകിൽ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വോയിസിലേക്കായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ആ മെയിൻ സബ്ജക്റ്റിൻ്റെ വോയിസിലേക്കായിരിക്കും കൂടുതൽ ക്ലാരിറ്റി. സോ ആ ഫീച്ചറും ഇതിൽ വന്നിട്ടുണ്ട്. ഈ വർഷത്തെ മെയിൻ ഒരു എന്താ പറയുക ഡിഫറൻസ് തന്നെ AI ഫീച്ചേഴ്സ് കുറേ ഉണ്ടെന്നുള്ളത് തന്നെയാണ്. ഇറ്റ്സ് ഗോയിങ് ടു മേക്ക് ഇത് യൂസ് ചെയ്യുന്ന ആളുടെ ലൈഫ് ഭയങ്കര ഈസി ആവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇമാജിൻ യു വോണ്ട് ടു ആഡ് എ ഡേറ്റ് ടു യുവർ കാലണ്ടർ. അതായത് നോക്കിക്കോളൂ, ഇപ്പം നമ്മൾ ഇത് പ്രസ് ബട്ടൺ, ഇതിൽ AI അസിസ്റ്റൻറ്റ് വരുന്നത് ഗൂഗിൾ ജെമിനായി തന്നെയാണ്. ഇതിൽ AI അസിസ്റ്റൻ്റായിട്ട് നമ്മളുടെ കൂടെ ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത് ജെമിനായി തന്നെയാണ്. ഇതിൽ ലോങ് പ്രസ് ചെയ്ത് ഇവിടെ വെക്കുന്നു. When is the next ISL and can you please add it to my calendar? അതായത് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് മാച്ച് ഹി ഓൾറെഡി ആഡഡ്, അതായത് നമ്മുടെ അടുത്ത മാച്ച് എന്നാണെന്നുള്ളത്. അപ്പോൾ ഇത് നമ്മളുടെ അടുത്ത് ആൻസറും പറഞ്ഞു, ആഡും ചെയ്തു. അപ്പോൾ രണ്ട് ജോലികളാണ് ഇത് ഒരേ സമയത്ത് ചെയ്തിരിക്കുന്നത്. നോട്ട് ഓൺലി figure out and tell you the answer, but also make a change in your calendar. So I think that is a beautiful feature. പിന്നെ നമ്മുടെ സ്മാർട്ട് AI സെർച്ച് വരുന്നുണ്ട്. അത് സ്ക്രീനിൽ എന്താ കാണുന്നതെന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ച് തരുന്ന ആ ഒരു ഫീച്ചറാണ്. സോ സ്മാർട്ട് AI സെർച്ച് ഉണ്ട്. പിന്നെ ഇതിൽ വരുന്നൊരു അടിപൊളി ഫീച്ചർ, ഇത് എത്ര പേർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും അറിയില്ല, ബട്ട് ഇഫ് ഡെഫിനറ്റ്ലി നിങ്ങൾ ഇംഗ്ലീഷിൽ കുറേ ലോങ് കോൺവെർസേഷൻസും മീറ്റിംഗ്സ് ഒക്കെ ഫോണിലൂടെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനൊരു മീറ്റിംഗ് പോലെ ഫോണിൽ കൂടെ സംസാരിക്കുകയാണ്, പക്ഷെ ആ നടന്ന കോൺവെർസേഷൻ മുഴുവൻ ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് നമുക്കതൊരു ചെറിയൊരു എന്താ പറയുക ഒരു കോംപ്രിഹെൻസീവ് ഒരു സാധനം നമുക്ക് അത് AI ഫീച്ചറിലൂടെ നമുക്ക് തരികയാണ്. അതായത് ഒരു മിനിറ്റ്സ് പോലെ ഒരു കോൺവെർസേഷൻ്റെ. പക്ഷേ ഇത് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോഴാണ് ഇത് കൂടുതൽ യൂസ്ഫുൾ. ബട്ട് ഹോപ്പ്ഫുള്ളി ഇൻ ഫ്യൂച്ചർ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്ത് ട്രാൻസ്ക്രൈബ് ചെയ്യാൻ വരട്ടെ
എന്ന് നമുക്ക് ആശംസിക്കാം. അനദർ ഫീച്ചർ നമുക്ക് എല്ലാവർക്കും എക്സ്പെരിമെന്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു ഫീച്ചറാണ് generative photo editor. So if you want to erase something or generate something in your photo, then that feature is perfect for you. പിന്നെ ഏറ്റവും കൂടുതൽ പലരും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സെറ്റിങ്സിൽ കയറിയിട്ട് എവിടെ പോകണം എന്നറിയാത്ത കുറേ പേരുണ്ട്. അതായത് സെറ്റിങ്സിൽ മാറ്റണം, അല്ലെങ്കിൽ സെറ്റിങ്സിൽ ഇപ്പോൾ കീബോർഡ് ഫീച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കണ്ണ് വേനെടുക്കും. ചില സമയത്ത് നമ്മൾ കാറിലൊക്കെ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് വിഷ്വൽ ഒരു സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെറ്റിങ്സിൽ പോയിട്ട് എവിടെ ചെന്ന് മാറ്റും എന്ന് പ്രശ്നമുള്ളവർക്ക് AI അവരെയും അസിസ്റ്റ് ചെയ്യും. അപ്പം ഈ സെറ്റിങ്സും AI അസിസ്റ്റഡ് ആണ്. സോ ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ വാണ്ടിങ് ടു, ഇപ്പം കണ്ണിൻ്റെ എക്സാമ്പിൾ തന്നെ നോക്കാം. മൈ ഐസ് ഹേർട്ട് എന്ന് പറഞ്ഞിട്ട്, അതായത് എൻ്റെ കണ്ണ് എനിക്ക് വേനെടുക്കണു എന്ന് അടിച്ചു നോക്കാം. എന്താ പറയണമെന്ന് നോക്കാം. മൈ ഐസ് ഹേർട്ട് എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കണ്ടോ? അപ്പം തന്നെ ഐ കംഫർട്ട് ഷീൽഡ്, കീപ് സ്ക്രീൻ ഓൺ വൈൽ വ്യൂവിങ്, ആക്സിഡൻ്റൽ ടച്ച് പ്രൊട്ടക്ഷൻ, അതൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഐ കംഫർട്ട് ഷീൽഡ് അപ്പം തന്നെ ആ സെറ്റിങ്സിൻ്റെ ഇടയിൽ നിന്ന് അവർ കണ്ടുപിടിച്ച് തരാണ്. സോ ഐ തിങ്ക് AI വന്നതിന് ശേഷം I think all these features are getting enhanced and it's going to be much easier to use these features. പിന്നെ ഈ ബാർ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു നൗ ബാർ ഇവർ തന്നിട്ടുണ്ട്. അതായത് സിമിലർ ടു ഡൈനാമിക് ഐലൻഡ്, യു ഹാവ് നൗ ബാർ. അതായത് നിങ്ങളിങ്ങനെ ഓൺ ചെയ്യുമ്പം എന്തൊക്കെയാണ് ഓൺ ആയിട്ട് കിടക്കുന്നത്. യൂട്യൂബ് ഉണ്ട്, ആൻഡ് യു ഹാവ് ടൈമർ. ഇപ്പം ഞാനൊരു ടൈമർ വെച്ച് കാണിക്കുകയാണ്. സോ അത് സ്വൈപ്പ് ചെയ്യുമ്പോൾ അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് യൂട്യൂബ്. പിന്നെ ഇഫ് യു പ്ലേയിങ് സം മ്യൂസിക്, അതിൻ്റെ ഒരു ബാറും വരും. ഇനി ഫൈനലി എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ പ്രൈസ് റേഞ്ചിനെ കുറിച്ചാണ്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 1,30,000 rupees ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. പക്ഷേ ഇഫ് യു ആസ്ക് മീ, ഡെഫിനറ്റ്ലി ഐ വുഡ് സേ ഗോ ഫോർ ഇറ്റ്. ബിക്കോസ് നിങ്ങൾ ക്യാമറ കുറേ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ കുറേ കോണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ, അല്ലെങ്കിൽ എനിബഡി ഹു ലൈക്സ് ടു യൂസ് എ ഫോൺ ദാറ്റ് ഈസ് വെരി AI റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ, ബിക്കോസ് ഇതിൽ ധാരാളം AI ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളിത് ശരിക്കും എൻജോയ് ചെയ്യും. ഇതിൽ 7 കളേഴ്സിലാണ് ഈ മോഡൽ അവൈലബിൾ. ടൈറ്റേനിയം ജെറ്റ് ബ്ലാക്ക്, ടൈറ്റേനിയം ജേഡ് ഗ്രീൻ, ടൈറ്റേനിയം പിങ്ക് ഗോൾഡ്, ടൈറ്റേനിയം സിൽവർ ബ്ലൂ, അതാണ് നമ്മളിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. ടൈറ്റേനിയം ഗ്രേ, ടൈറ്റേനിയം ബ്ലാക്ക് ആൻഡ് ടൈറ്റേനിയം വൈറ്റ് സിൽവർ. ഓൾസോ ഇറ്റ്സ് അവൈലബിൾ ഇൻ 256GB, 512GB ആൻഡ് 1TB. ആൻഡ് മാത്രമല്ല, ഇനി എനിക്ക് പറയാനുള്ളത് ഒരു ബിഗ് ഷൗട്ട് ഔട്ട് ടു മൈജി. ഈ ഫോൺ നിങ്ങൾ വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വിസിറ്റ് യുവർ നിയറസ്റ്റ് മൈജി ഷോറൂം. അവിടെ നിങ്ങൾക്ക് ഈ ഫോൺ എക്സ്പീരിയൻസ് ചെയ്യാം. ഫസ്റ്റ് ഹാൻഡ് നിങ്ങൾക്ക് തൊട്ട് നോക്കാം. യു ക്യാൻ ട്രൈ ഇറ്റ് ഔട്ട് ആൻഡ് യൂസ് ഇറ്റ് ആൻഡ് സീ. And if you like it, you should definitely get it for yourself. And thank you everyone. That's all for today. ഇന്നത്തെ ഈ ഒരു Pearle Technickന്റെ ഫസ്റ്റ് എപ്പിസോഡ് ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പ് ഞാൻ ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഐ ഹോപ്പ് യു ഓൾ ലൈക്ഡ് ഇറ്റ്. ആൻഡ് ഇനി ഏത് പ്രോഡക്റ്റ് ആണ് ഞാൻ റിവ്യൂ ചെയ്യേണ്ടത് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ആ സാധനം ഒപ്പിച്ചുകൊണ്ട് വരാം. ആൻഡ് വി വിൽ ഗെറ്റ് അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡുമായിട്ട് ഞങ്ങൾ തിരിച്ചു വരും. Till then, it's goodbye and love you all. Make sure you subscribe to this channel. So this is Pearle Technick. This video is powered by MyG Future. Experience the next.